സ്വർണം പൊതിഞ്ഞ ദ്വാരപാലകർ ആ ശില്പങ്ങൾ ചെമ്പായി മാറിയെങ്കിൽ ഈ 39 ദിവസങ്ങൾക്കിടയിൽ പുതിയ മോൾഡ് ഉണ്ടാക്കി ആ മോൾഡ് അനുസരിച്ചുള്ള പുതിയ ശില്പങ്ങളാണ് ചെന്നൈയിലെത്തിയത്. കേട്ടുകേഴ്വിയില്ലാത്ത നിലയിലേക്ക് കായംകുളം കൊച്ചുണ്ണിയെയും ഇത്തിക്കരപ്പക്കിയെയും ലജ്ജിപ്പിക്കുന്ന നിലയിലേക്കുള്ള കൊള്ളയുമായി ദേവസ്വം ബോർഡും അവർക്ക് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ നേതൃത്വവും ഗവൺമെന്റ് നിൽക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാനുള്ള പ്രഥമ ഉത്തരവാദിത്വം ഈ യൂണിയനിൽ നിക്ഷിപ്തമാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പഞ്ചാബിന്റെ വല്ല മുഖ്യമന്ത്രിയായിരുന്നെങ്കിൽ എന്തായിരുന്നു എന്നെ സ്ഥിതി? അവിടുത്തെ ഗോൾഡൻ ടെമ്പിൾ ഇപ്പോൾ കോപ്പർ ടെമ്പിളായി മാറിയനേം, സുവർണ ക്ഷേത്രം ചെമ്പ് ക്ഷേത്രമായി മാറിയനേം എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന കാര്യം. വാസുവിനെ അടക്കം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കുന്നതിന് മുമ്പ് 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ CPM ഏതെങ്കിലും കാരണവശാൽ ദേവസ്വം ബോർഡ് ഭാരവാഹികൾക്കും അത് നിയന്ത്രിക്കുന്നവർക്കും ഒരു ടാർഗറ്റ് കൊടുത്തിരുന്നോ? 10 കോടി രൂപ പിരിച്ചു തരണം എന്നൊരു ടാർഗറ്റ് കൊടുത്തിരുന്നോ എന്നുള്ളത് ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ആദ്യമായിട്ടാണ് ക്ലിഫ് ഹൗസ് റോഡ് ഇതുപോലെ കലുഷിതമായ ഒരു അന്തരീക്ഷത്തിൽ കാണാൻ സാധിക്കുന്നത്. ദേവസ്വം ബോർഡിന്റെ മുമ്പിലേക്കും ക്ലിഫ് ഹൗസിലേക്കും തൊട്ടു മുമ്പിൽ ഏറ്റവും അധികം അനുകമ്പ അർഹിക്കുന്ന ഭിന്നശേഷിക്കാരുടെ സമരം ചെയ്യേണ്ടി വരുന്ന അവസ്ഥയും ദേവസ്വം ബോർഡിന്റെ മുമ്പിൽ തീവെട്ടിക്കൊള്ള നടത്തുന്ന ഈ ദേവസ്വം ബോർഡിനെതിരെയുള്ള ശക്തമായ പ്രക്ഷോഭവുമാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് യൂണിയന്റെയും പെൻഷനേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ യഥാർത്ഥത്തിൽ ഈ സമരം അല്ലെങ്കിൽ ഇങ്ങനെ ആഹ്വാനം ചെയ്തപ്പോൾ എങ്ങനെ തൊഴിലാളികൾ അവകാശം നിഷേധിക്കപ്പെടുന്നു എന്നുള്ളത് ഉദ്ധരിച്ചുകൊണ്ടുള്ള മാർച്ചാണ് ഉദ്ദേശിച്ചതെങ്കിൽ കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി കേരളം ചർച്ച ചെയ്യുന്ന വിഷയത്തിലേക്ക് ശ്രദ്ധ വന്നപ്പോൾ കേട്ടുകേഴ്വിയില്ലാത്ത നിലയിലേക്ക് കായംകുളം കൊച്ചുണ്ണിയെയും ഇത്തിക്കരപ്പക്കിയെയും ലജ്ജിപ്പിക്കുന്ന നിലയിലേക്കുള്ള കൊള്ളയുമായി ദേവസ്വം ബോർഡും അവർക്ക് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ നേതൃത്വവും ഗവൺമെന്റ് നിൽക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാനുള്ള പ്രഥമ ഉത്തരവാദിത്വം ഈ യൂണിയനിൽ നിക്ഷിപ്തമാണ്. കാരണം അലഞ്ഞു തിരിഞ്ഞ് നടന്ന ദേവസ്വം എംപ്ലോയീസിനെ സംഘടിപ്പിച്ച് സംഘടനാ ശേഷി ഉണ്ടാക്കി കൊടുക്കാൻ, അവർക്കൊരു ട്രേഡ് യൂണിയൻ ഉണ്ടാക്കി കൊടുക്കാൻ ഇറങ്ങിയത് RSP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്, UTUC എന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഇതിന്റെ പ്രഥമ പ്രസിഡന്റ് എന്ന് പറയുന്നത് കേരളത്തിന്റെ തൊഴിലാളി വർഗത്തിന് ഒരിക്കലും വിസ്മരിക്കാൻ സാധിക്കാത്ത സഖാവ് N. ശ്രീകണ്ഠൻ നായരായിരുന്നു. അതിനുശേഷം സഖാവ് ടി കെ ദിവാകരൻ അടക്കമുള്ളവരാണ് ക്ഷേത്ര ജീവനക്കാരെ സംഘടിപ്പിച്ച് അതൊരു സംഘടനാ ശക്തിയായി അത് മാറിയത്. എന്താണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമുക്കൊക്കെ ലജ്ജ തോന്നുന്ന നിലയിലേക്ക് ഒരു കൊള്ള നടന്നിരിക്കുകയാണ്. ഇതൊരു ആക്ഷേപമായി ഒരാഴ്ച മുമ്പ് വരെ ഇതിനെ ന്യായീകരിക്കാനാണ് CPMന്റെ നേതാക്കന്മാർ ശ്രമിച്ചതെങ്കിൽ കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി വന്നതോടെ ഇനി ഒരു ന്യായീകരണത്തിനും സ്ഥാനമില്ല. കേരള ഹൈക്കോടതി പറഞ്ഞ എന്താണ്? ഞങ്ങൾക്കുണ്ടായിരുന്ന സംശയങ്ങൾ ദൂരീകരിച്ചുകൊണ്ട് ഇന്ന് അതൊരു വിശ്വാസമായി മാറിയിരിക്കുന്നു. അവിടെ ഒരു മോഷണം, കളവ് നടന്നിരിക്കുന്നു എന്നാണ് ഹൈക്കോടതി പരാമർശിച്ചിരിക്കുന്നത്. ഇതിനേക്കാൾ കൂടുതൽ ഒരു ഇൻഡിക്മെന്റ് ഒരു ഗവൺമെന്റ് സംവിധാനത്തിന് വരാനുണ്ടോ? ഇതിന്റെ വിശദാംശങ്ങളെല്ലാം എല്ലാവർക്കും അറിയാമെന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ ഹൈക്കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്ന സംശയകരമെന്ന് പറയുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിന്റെ ശബരിമല സന്നിധാനത്തുണ്ടായിരുന്ന ദ്വാരപാലക ശില്പങ്ങൾ അത് മൊത്തത്തിൽ അടിച്ചു മാറ്റിയിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്വേഷണം നീങ്ങുന്നത് അത് ഇവിടുന്ന് ദുരൂഹ സാഹചര്യത്തിൽ 39 ദിവസത്തേക്കിന് ഇവിടുന്ന് എങ്ങോട്ടോ പോയി അവസാനം ചെന്നൈയിൽ എത്തിയപ്പോൾ സ്വർണം പൊതിഞ്ഞ ദ്വാരപാലകർ ആ ശില്പങ്ങൾ ചെമ്പായി മാറിയെങ്കിൽ ഈ 39 ദിവസങ്ങൾക്കിടയിൽ പുതിയ മോൾഡ് ഉണ്ടാക്കി ആ മോൾഡ് അനുസരിച്ചുള്ള പുതിയ ശില്പങ്ങളാണ് ചെന്നൈയിലെത്തിയത്. സ്വാഭാവികമായി ഇത് കേവലം സ്വർണത്തിന്റെയോ ചെമ്പിന്റെയോ അളവിൽ വിലമതിക്കാൻ ഒക്കുന്ന ഒരു കളവല്ല.
നമുക്കറിയാം, ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പ വിഗ്രഹം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിലമതിക്കാനാകാത്ത നിലയിലേക്കുള്ള സ്വത്തുക്കളായിട്ടാണ് മാറുന്നത്. അന്നേരം ആ നിലയിലേക്ക് ഇതാരാണ് അടിച്ചു മാറ്റിയത്? ഈ ആക്ഷേപം തുടർന്നുകൊണ്ടിരിക്കുമ്പോഴും കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കുറിച്ചൊരു വാക്ക് പറയുന്നില്ല. ഒരു കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി പഞ്ചാബിന്റെ വല്ല മുഖ്യമന്ത്രിയായിരുന്നെങ്കിൽ എന്തായിരുന്നു എന്നെ സ്ഥിതി? അവിടുത്തെ ഗോൾഡൻ ടെമ്പിൾ ഇപ്പോൾ കോപ്പർ ടെമ്പിളായി മാറിയനേം, സുവർണ ക്ഷേത്രം ചെമ്പ് ക്ഷേത്രമായി മാറിയനേം എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന കാര്യം. ആ നിലയിലേക്ക് ഇത്രയും ഒരു വലിയ സമൂഹം, ലക്ഷോപലക്ഷം വരുന്ന കോടിക്കണക്കിന് സമൂഹത്തിന്റെ ഏറ്റവും വലിയ ഒരു വൈകാരികമായ വിശ്വാസ കേന്ദ്രമായ ശബരിമലയിൽ ഇത്രയും വലിയൊരു കൊള്ള നടന്നിട്ട് എന്തുകൊണ്ട് മുഖ്യമന്ത്രി പ്രതികരിക്കുന്നില്ല? കളവുകൾ പടച്ചുവിടുകയാണ് ഭരണ സംവിധാനങ്ങൾ ചെയ്യുന്നത്. പ്രശാന്ത് എന്ന് പറയുന്ന ഇന്നത്തെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ശ്രമിക്കുന്നത് ഇതെല്ലാം പത്മകുമാറിന്റെ തലയിൽ കൊണ്ട് കെട്ടിവെക്കാമെന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, വാദത്തിന് നിങ്ങൾ പറയുന്നത് ശരിയാണ്, പത്മകുമാറിന്റെ കാലഘട്ടത്തിലാണ് നടന്നത് എന്ന് നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിലും 2022 നിങ്ങൾക്ക് വിവരം കിട്ടിയില്ലേ? ബാക്കിയെല്ലാം നിങ്ങൾ പറയുന്ന അംഗീകരിക്കുന്നു. 2022 വാസവൻ ദേവസ്വം മന്ത്രിയും പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായതിനു ശേഷമല്ലേ നിങ്ങൾക്ക് വ്യക്തമായ വിവരം കിട്ടിയത് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ? എന്നിട്ട് എന്തുകൊണ്ട് അതേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിച്ച് ഈ ശില്പങ്ങൾ വീണ്ടും ഇത് സ്വർണം പൊതിയാൻ വേണ്ടി അതേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നിങ്ങൾ ഏൽപ്പിച്ചു? 2022 വിവരം കിട്ടിയതിന് ശേഷമാണല്ലോ 2025 ഈ വിവാദം പുറത്തു വരാൻ ഇടയായ വീണ്ടും അത് കൊടുത്തത്. അതായത് നിങ്ങൾക്കറിയില്ല എന്ന് പറയുന്നത് തെറ്റാണ്. നിങ്ങൾ ഇതിന് ഒത്താശ ചെയ്തു കൊടുത്തതാണ്. ആരൊക്കെയാണ് നാൾ വഴികൾ പരിശോധിക്കുമ്പോൾ ദുരൂഹതയുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാരായി വന്നിട്ടുള്ളവരെല്ലാം RSPയിൽ നിന്ന് പ്രാക്കുളം ബാസിയായിരുന്നു ആദ്യത്തെ പ്രസിഡന്റ്. അല്ലെങ്കിൽ കേരളത്തിൽ ഏറ്റവും അധികം ജനക അംഗീകാരമുള്ള സംശുദ്ധമായ വ്യക്തിത്വങ്ങൾ മാത്രമായിരുന്നു പ്രസിഡന്റായി വന്നിട്ടുള്ളത്. അതിനും ഒരു അപരാധമുണ്ടായി. ഒരു ദേവസ്വം കമ്മീഷണറെ ആദ്യമായിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയത് ഈ ഗവൺമെന്റാണ്. എന്തായിരുന്നു ലക്ഷ്യം? ഇന്നലെ അദ്ദേഹത്തിന്റെ ചില പരാമർശങ്ങൾ ഞാൻ കേട്ടു. എനിക്കൊരു കാര്യമുണ്ട്, എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കണം. പക്ഷേ പത്മകുമാർ എന്ന വ്യക്തി ഈ അഴിമതിക്ക് മുന്നിൽ പത്മകുമാർ എന്ന വ്യക്തി ഉണ്ടായിരുന്നു, അദ്ദേഹം മാത്രമായിരുന്നു എന്ന് പറഞ്ഞാൽ അതിനോട് നമുക്ക് യോജിക്കാൻ സാധിക്കത്തില്ല. പത്മകുമാറിനെ അറിയാവുന്നവർക്കറിയാം. ഇന്ന് പത്മകുമാർ പിണറായി വിജയന്റെയും CPMന്റെയും ഒരു കണ്ണിലെ കരടായി മാറിയ പശ്ചാത്തലത്തിലാണ് പത്മകുമാറിലേക്ക് എല്ലാ ശ്രദ്ധയും ചെല്ലുന്നത്. ഒരു കാര്യം എനിക്ക് ചോദിക്കാൻ ആഗ്രഹമുണ്ട്. വാസുവിനെ അടക്കം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കുന്നതിന് മുമ്പ് 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ CPM ഏതെങ്കിലും കാരണവശാൽ ദേവസ്വം ബോർഡ് ഭാരവാഹികൾക്കും അത് നിയന്ത്രിക്കുന്നവർക്കും ഒരു ടാർഗറ്റ് കൊടുത്തിരുന്നോ? 10 കോടി രൂപ പിരിച്ചു തരണം എന്നൊരു ടാർഗറ്റ് കൊടുത്തിരുന്നോ എന്നുള്ളത് ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് 2019 തെരഞ്ഞെടുപ്പിൽ ദേവസ്വത്തിന്റെ തലപ്പത്തിരിക്കുന്നവരോട് ആ സംവിധാനത്തിൽ നിന്ന് 10 കോടി രൂപയാണ് ആവശ്യപ്പെട്ടത്. പത്മകുമാർ എന്ന പാവം വിചാരിച്ചാൽ ഈ 10 കോടി ഒന്നും ഉണ്ടാക്കാൻ ഒക്കത്തില്ലെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അന്ന് വാസു അടക്കമുള്ളവരുടെ പങ്ക്, ഇതുമായി ബന്ധപ്പെട്ട പങ്കല്ലേ നമ്മൾ അന്വേഷിക്കേണ്ടത്. ആ 10 കോടി പിരിക്കുന്നതിന് വേണ്ടി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഏതെങ്കിലും ഘട്ടത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചർച്ച ചെയ്യേണ്ട കാര്യമല്ലേ? എങ്ങനെയാണ് ഇങ്ങനെ ദുരൂഹ കഥാപാത്രം രംഗപ്രവേശനം ചെയ്യുന്നത്? എല്ലാ നിയന്ത്രണങ്ങളും അദ്ദേഹം തീരുമാനിക്കുന്നതനുസരിച്ചാണ്. ഇന്നലെ പുറത്തു വന്ന വിവരം വെച്ച് കട്ടളയം പോയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. സുവർണ ക്ഷേത്രം വല്ലതും ആയിരുന്നെങ്കിൽ മുഖ്യമന്ത്രിയുടെ പിണറായി വിജയന്റെയും CPMന്റെയും പരിധിയിലുള്ളെങ്കിൽ എന്തായിരുന്നേനേയും സ്ഥിതി എന്നുള്ളത്. ഈ നിലയിലേക്ക് അഴിമതിക്ക് വേണ്ടി മുഖ്യമന്ത്രി അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം പ്രഖ്യാപിച്ചത് അവതാരങ്ങളെ കുറിച്ചാണ്. എന്നാൽ കേരളം കണ്ടിട്ടുള്ളതിലേക്ക് ലജ്ജിപ്പിക്കുന്ന അവതാരങ്ങളുടെ തേർവാഴ്ച തന്നെയാണ് ഈ 9.5 വർഷക്കാലവും കേരളം കണ്ടത്. അങ്ങനെ പ്രത്യക്ഷപ്പെട്ട അവതാരമായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും CPMുമായിട്ട് എന്താണ് ബന്ധം?
എത്ര രൂപ അദ്ദേഹത്തിൽ നിന്ന് കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഒരു കാര്യം ഞാൻ പറയാം, അയ്യപ്പ സംഗമമൊക്കെ നടത്തി, നല്ല കാര്യം. പക്ഷേ ഞങ്ങൾക്കതിലൊന്നും വലിയ അഭിപ്രായമില്ല. ഈശ്വര വിശ്വാസത്തിന്റെ കാര്യത്തിലൊന്നും അഭിപ്രായമില്ലെങ്കിലും ഒരു വലിയ സമൂഹം വിശ്വസിക്കുന്ന എന്താണ്, അയ്യപ്പനെ ഒന്ന് പറ്റിക്കാൻ നോക്കി, അയ്യപ്പൻ 8ന്റെ പണിയും കൊടുത്ത്. ഇതാണല്ലോ സംഭവിച്ചത്. ശബരിമല സംഘവും ഇത്രയും വലിയ, ഞാൻ പല ആവർത്തി ചോദിച്ചുകൊണ്ട് അന്ന് ചെയ്ത കാര്യങ്ങളൊന്നും ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ചെയ്തവർ അവസാനം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് അയ്യപ്പ സംഗമം നടത്താൻ വന്നു. വിശ്വാസികൾ വിശ്വസിക്കുന്നത് തിരിച്ച് അന്നേരം തന്നെ പണി കൊടുത്തു. ഇതാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളിലും ഈ ഗവൺമെന്റ് ഇരട്ടത്താപ്പ് പുറത്തു വരുന്നു. കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുന്നവർ, മയക്കുമരുന്ന് കച്ചവടത്തിന് കൂട്ടുനിൽക്കുന്നവർ, കേരളത്തെ വിറ്റുതുലയ്ക്കുന്നവർ ആ നിലയിലേക്ക് വന്ന് വളരെ രസകരമായ ഒരു കാര്യം ഞാൻ അറിഞ്ഞു. ഇനിയിപ്പം മുഖ്യമന്ത്രി ഗൾഫ് സന്ദർശനത്തിന് പോവുകയാണ്. ആദ്യത്തെ ഗൾഫ് സന്ദർശനത്തിന് പോയി പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്, ഗൾഫിൽ നിന്ന് മടങ്ങുന്നവർക്കൊക്കെ 3 മാസത്തെ 6 മാസത്തെ ശമ്പളം കൊടുക്കും, ജോലി കൊടുക്കും. വീണ്ടും പോവുകയാണ്. ഏതോ ഇലക്ഷൻ PR മാനേജ്മെന്റ് കമ്പനിയുടെ നിയന്ത്രണത്തിൽ ഈ ഗവൺമെന്റ് പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങൾ ഈ കളവ് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ഗവൺമെന്റിനെ ഒറ്റപ്പെടുത്തുന്ന കാഴ്ചയാണ് കണ്ടിട്ടുള്ളത്. ഈ മുന്നിലേക്ക് വന്ന ദേവസ്വം എംപ്ലോയീസ് യൂണിയനെയും പെൻഷനേഴ്സ് യൂണിയനെയും നിങ്ങൾക്കാണ് കേരളത്തിന്റെ ദേവസ്വത്തെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം. ഇന്ന് അധികാരം ഉപയോഗിച്ചുകൊണ്ട് സ്വാധീനം വർദ്ധിപ്പിച്ച CITUവിനല്ല, മുരാരി ബാബുവിനെ പോലുള്ള അവരിന്ന് സസ്പെൻഡ് ചെയ്യാൻ നിർബന്ധപ്പെട്ട CITU നേതാക്കന്മാർക്കല്ല. ഈ ക്ഷേത്രങ്ങളും ശബരിമല അടക്കമുള്ള ഇതിന്റെ സംരക്ഷണത്തിന്റെ പ്രഥമ ഉത്തരവാദിത്വം ഇവിടുത്തെ പ്രഥമ യൂണിയനായ UTUCയിൽ നിക്ഷിപ്തമാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തുടർന്നും ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ധർണാ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. വിപ്ലവ അഭിവാദ്യങ്ങൾ. Subscribe to One India and never miss an update.